ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തേത് പിക്ക് കാർഡ് ആണ്. വാട്ട് ഈസ് അൺഫോൾഡിങ് ഫോർ യു? എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ഓക്കെ, സോ 3 പൈൽസ് ആണ് ഇവിടെ ഉള്ളത്. പൈൽ നമ്പർ 1, ലക്ക് ബ്രേസ്ലെറ്റ് ആൻഡ് citrine amethyst combo bracelet. So combination of 2 bracelet ആണ് pile number 1. Pile number 2, rose quartz and stress relief bracelet. And pile number 3, unakite and prosperity bracelet. Okay, so ഈ 3 ഗ്രൂപ്പ്, ഇതിൽ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും പ്രേക്ഷകർക്ക് ചൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ദ ബ്രേസ്ലെറ്റ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈൽ നമ്പർ 1, 2, 3 എന്ന നമ്പറിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് നമ്പർ 1. ഹലോ ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ലക്ക് ബ്രേസ്ലെറ്റ് ആൻഡ് സിട്രീൻ അമത്തിസ്റ്റ് കോംബോ ബ്രേസ്ലെറ്റ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഈ ഒരു ടൈം പീരീഡ് 6 months എടുക്കാം. ഓക്കെ, സോ എപ്പോൾ വീഡിയോ കാണുന്നോ ആ ഒരു ടൈം പീരീഡിൽ നിന്ന് 6 months വരെ എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? വാട്ട് ഈസ് അൺഫോൾഡിങ് ഇൻ ദ ലൈവ്സ് ഓഫ് വ്യൂവേഴ്സ്? വാട്ട് ഈസ് അൺഫോൾഡിങ്? ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഓൾ റൈറ്റ്, നയൻ ഓഫ് സ്വോർഡ്സ്, the Tower, the Fool, the Lovers, Page of Swords, Nine of Cups, the Sun and Page of Pentacles. So ഇവിടെ പ്രേക്ഷകർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ബിസിനസ്സിൽ. നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഓഫ്ലൈൻ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പണം ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സ് ആയിക്കോട്ടെ. ഓക്കെ, ചില പ്രേക്ഷകർക്കൊരു പുതിയ തുടക്കമാണ് വരുന്നത്. ഓക്കെ, ഈ പുതിയ തുടക്കം ഇത്തിരി സ്ട്രെസ്ഫുൾ ആണ്. മൈറ്റ് ബി ചിലർ സ്വന്തമായിട്ടുള്ള ഷോപ്സ് തുടങ്ങുകയോ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ, അല്ലെങ്കിൽ പുതുതാക്കി, ദാറ്റ് ഈസ് ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സിനെ പുതുക്കി തുടങ്ങുന്നതാകാം. ഓക്കെ, ഇത്തിരി ടെൻഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ഏറെ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഈ ചേഞ്ചസ് ഒക്കെ വളരെ പുതുമയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, സോ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് വിത്തിൻ 6 months ഓഫ് ടൈം. ഇത്തിരി അലച്ചിലുണ്ടാകും. ഓക്കെ, ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറെ സ്ട്രഗിൾസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എവിടെയാണോ നിങ്ങൾ ബിസിനസ് കറൻ്റ്ലി ഓഫ്ലൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് മാറ്റി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് ചെയ്യേണ്ട ഒരാവശ്യം വന്നേക്കാം. ഓക്കെ, പണം റിലേറ്റഡ് ആകാം, ഇഷ്യൂസ് ഉണ്ടാകാം. ഓക്കെ, സോ മൈറ്റ് ബി വലിയൊരു ഷോപ്പായിരുന്നു, അതിൽ നിന്ന് ചെറിയൊരു ഷോപ്പിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ചില പ്രേക്ഷകർക്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെയുള്ള ബിസിനസ്സിൽ ഇത്തിരി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടും. ഓൾറൈറ്റ്, നിങ്ങളോട് പറയുന്നത് റിസ്ക് എടുക്കൂ. സോ സംവേ യു നീഡ് ടു ടേക്ക് റിസ്ക്. നിങ്ങൾ റിസ്ക് എടുക്കാതെ വളരെ കെയർഫുൾ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ ബിസിനസ്സുമായിട്ടെങ്കിൽ അത് പറ്റില്ല. ബിക്കോസ് എന്തുകൊണ്ടോ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഏറെ വളർത്തണം എന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ വളർത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് ആകാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആകാം. ഓക്കെ, അത് നിങ്ങൾക്ക് വളർത്തണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാസം എനിക്ക് 1 lakh ബഡ്ജറ്റ്, ദാറ്റ് ഈസ് 1 lakhൻ്റെ സെയിൽസ് ഉണ്ടാകണം. ഓക്കെ,
പക്ഷേ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നത്, ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു രീതി നിങ്ങൾക്കൊരിക്കലും 1 ലാഖിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടെത്തിക്കില്ല. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകർക്കൊരു പുതിയ റിസ്ക് വരുന്നുണ്ട്, ഒരു ചാൻസ് എടുക്കേണ്ട ആവശ്യം വരും. ആ ചാൻസ് നിങ്ങൾ എടുക്കുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് മൈറ്റ് ബി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ല. ഓക്കെ, നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കാം. പക്ഷേ നിങ്ങളിവിടെ റിസ്ക് എടുക്കാൻ പോകുകയാണ്. ഈ 2 കൂട്ടർക്കും ഓക്കെ നിങ്ങളുടെ ഡിസിഷനാണ് എല്ലാം. ഓക്കെ, എന്ത് ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നോ ഓക്കെ ആ ഡിസിഷൻ നിങ്ങളുടെ ഫേറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഏത് റിസ്ക് നിങ്ങൾ എടുക്കുന്നോ ആ റിസ്ക് ആലോചിച്ചും ഓക്കെ അതിൻ്റെ കോൺസ് ആൻഡ് പ്രോൺസ് രണ്ടും നിങ്ങൾ നന്നായി ആലോചിച്ച് ഓക്കെ ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം ആലോചിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഓക്കെ ആൻഡ് ആ ഡിസിഷൻ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റിയാൽ ഓക്കെ നിങ്ങളുടെ ക്ലാരിറ്റി കൂടുന്നതാണ്, നിങ്ങൾക്ക് വിഷ് ഫുൾഫിൽമെൻറ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ ആണോ ആൻഡ് സ്വിച്ച് വേർഡ് കേൾക്കുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ സ്വിച്ച് വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ യൂസ് ചെയ്യൂ എന്നതാണ് പറയുന്നത്. നിങ്ങൾ ദേവാലയങ്ങളിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ പോകൂ. ഓക്കെ, ഏറെ പ്രാർത്ഥനകളിൽ മുഴുകൂ. ബിക്കോസ് ഡിവൈൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ ശരിയായിട്ട് എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഏതെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു. 2 ഡിസിഷൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആ 2 ഡിസിഷൻ ഏത് ഡിസിഷൻ നിങ്ങൾ ആലോചിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ വഴി ഒരു വിവരമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ കാണിച്ചു തരുന്നതായിരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് ഇത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി തരും, എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് എങ്ങനെയാണ് നിങ്ങൾ എൻഹാൻസ് ചെയ്യേണ്ടത്. ആൻഡ് അതിലൂടെ നിങ്ങളുടെ വിഷ് ദാറ്റ് ഈസ് ഒരു മാസം 1 ലാഖ് ആണ് നിങ്ങൾ ടേൺ ഓവർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ഓക്കെ, സക്സസ് ആണിവിടെ. ആൻഡ് പെർട്ടിക്കുലർലി ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ദാറ്റ് യെസ് എനിക്കൊരു ബിസിനസ് തുടങ്ങണം, പക്ഷെ എന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുനാളിൽ നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. ബിക്കോസ് പല പ്രേക്ഷകരും കുഞ്ഞുനാളിൽ ദാറ്റ് ഈസ് നിങ്ങളുടെ കളിപ്രായത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ഞാൻ ഇതാണ് വലുതാകുമ്പോൾ ആകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഞാൻ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലാണ് നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നത്. അത് ഇതുവരെ പ്രേക്ഷകർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ കുഞ്ഞുനാളിൽ എന്താണോ ആഗ്രഹിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ആണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നെങ്കിൽ അവിടെ ഈ ടവർ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം വരുന്നത് വളരെ ചുരുക്കം, ദാറ്റ് ഈസ് ഒരു 30% പ്രേക്ഷകർക്ക് മാത്രമാണ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ കുഞ്ഞുനാളത്തെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു, ആ ഡ്രീം അല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ വേറൊരു കാര്യം ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റ് ആണ്. ദാറ്റ് ഈസ് പെട്ടെന്നൊരു ഷിഫ്റ്റ്, പെട്ടെന്നൊരു സഡൻ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ മണി വൈസ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അത് നിങ്ങളെ ഫോഴ്സ് ചെയ്യും നിങ്ങളുടെ ബിസിനസ് ദാറ്റ് ഈസ് നിങ്ങൾ എന്താണോ കുഞ്ഞുനാളിൽ ആഗ്രഹിച്ചത് അത് തുടങ്ങാൻ. ഓൾ റൈറ്റ്, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു തുടക്കം തന്നെയാണ് നിങ്ങൾക്ക്, ആൻഡ് ബ്യൂട്ടിഫുൾ തുടക്കമാണ്. നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഏറെ ആൾക്കാർ വന്നു ചേരുന്നതാണ്. അതിലുപരി നിങ്ങൾക്ക് ഈ നോളജ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ പല പ്രേക്ഷകർ വിചാരിക്കും എനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള കഴിവില്ല. ബട്ട് ഇവിടെ നിങ്ങളുടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ആ കഴിവുണ്ട്, നിങ്ങൾക്കറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആൻഡ് പതുക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് എൽസ്. ഡീപ്പ് റിപ്ലനിഷ്മെൻറ്റ്, റിട്രീറ്റ്, റെസ്റ്റ്, ബി ഹെൽത്ത്. ഓൾ റൈറ്റ്, ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല പ്രേക്ഷകർക്കെങ്കിൽ ടേക്ക് സം ടൈം, ഇത്തിരി ടൈം എടുക്കൂ, നന്നായി ആലോചിക്കൂ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് അത്യാവശ്യമാണ്. The great gathering, it's all coming together, intuitive heads, soul tribe.
ബിലീവ് മീ ദാറ്റ് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതാകാം, ബിസിനസ് തുടങ്ങുന്നതാകാം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളർത്തുന്നതാകാം, നിങ്ങൾ നിങ്ങളുടെ സോൾ ട്രൈബിനെയാണ് ഗ്യാദർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ പോലത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഒത്തുചേർന്ന് ജോലി ചെയ്യാൻ പോകുന്നത്. സോൾ ഫാമിലി, കോൾ ഇൻ യുവർ ട്രൈബ്, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് എലോൺ. സോ നിങ്ങളുടെ ട്രൈബ്, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന ചില ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ഈ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവാണ്. ഓക്കെ, നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കണക്ഷൻസ് കൂട്ടാൻ ഇത് സഹായിക്കും. ഡോൾഫിനാണ്, ഏറെ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വൺ മോർ കാർഡ്. Inner temple, devotion, tune in to the portal of your heart. Again, നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ എവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നു എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് ഏത് ഏരിയ ആണോ നിങ്ങളുടെ ലൈഫിൽ, ദാറ്റ് ഈസ് ആ ഏരിയ ആണ് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ, ദാറ്റ് ഈസ് പണം ആൻഡ് പണത്തിലൂടെ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് തരുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യുന്നതും തേർഡ് ഐ ചക്ര, പെർട്ടിക്കുലർലി തേർഡ് ഐ ചക്ര ആൻഡ് ക്രൗൺ ചക്ര അലോങ് വിത്ത് ഹാർട്ട് ചക്ര. ഓക്കെ, സോ ഈ 3 ചക്ര ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട പ്രേക്ഷകരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. Right. Mental conflict, rejoice in celebration. സേക്രൽ ചക്ര. ഓക്കെ, പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ക്രൗൺ ചക്ര കേം അഗെയിൻ. ഓക്കെ, സോ എവിടെയോ നിങ്ങളുടെ ക്രൗൺ ചക്ര ആൻഡ് സേക്രൽ ചക്ര ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പ്രോസ്പെറിറ്റി ബിഗിൻസ്. ഓക്കെ, സോ എവിടെയോ പ്രേക്ഷകരുടെ ക്രൗൺ ചക്ര ഡെവലപ്പ് ചെയ്യണം, ഹാർട്ട് ചക്ര ആൻഡ് തേർഡ് ഐ ചക്ര നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ബ്ലോക്കേജ് എന്ന് പറയുന്നത് സംവെയർ ഇസ് യുവർ സേക്രൽ ചക്ര. ഓക്കെ, പ്രേക്ഷകർ എന്ത് ചെയ്താലും അവിടെ സന്തോഷിക്കാനായത് പ്രേക്ഷകർക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ആയത് നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സേക്രൽ ചക്ര ആദ്യമായിട്ട് ഹീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ തേർഡ് ഐ, ക്രൗൺ ചക്ര ആൻഡ് ഹാർട്ട് ചക്ര തുടങ്ങുന്നതിന് മുമ്പ് സേക്രൽ ചക്ര ഹീൽ ചെയ്യൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റിജോയ്സ് ഇൻ സെലിബ്രേഷൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്നും നിങ്ങൾക്കൊരു സപ്പോർട്ടിന് ആളുണ്ടാകും എന്നുള്ള തോന്നലാണ് കൊണ്ടുവന്ന് തരുന്നത്. മെൻ്റൽ കോൺഫ്ലിക്റ്റ്, യെസ്, 9 ഓഫ് സ്വേർഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു. സോ മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും, കാരണം ഈ ഒരു ജേർണി ഈസി അല്ല, ടവർ മൂമെൻ്റ് ആണ്, ചേഞ്ചിൻ്റെ മൂമെൻ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ലൈഫിൽ ക്രിയേറ്റ് ആകുന്നതാണ്. ഓക്കെ, ഓർ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ക്യാൻ ബി എനിത്തിങ്, അത് ചെറിയൊരു കാര്യമാകാം, വലിയൊരു കാര്യമാകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ സമയത്ത് നടക്കാതെ പോകുന്നതും അൺഎക്സ്പെക്റ്റഡ് കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, പക്ഷേ അതൊരു ചേഞ്ച് ആണ്. അത് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തരാൻ ചാൻസസ് ഉണ്ട്, പക്ഷേ വളരെ ചെറിയൊരു കാര്യമാണ്. 2 എന്ന നമ്പർ വളരെ ചെറിയൊരു കാര്യമാണ്. സോ ഇതിന് പ്രേക്ഷകർ ചെയ്യേണ്ടത്, ഞങ്ങളുടെ കയ്യിൽ റെയിൻബോ മൂൺ സ്റ്റോൺ ഉണ്ട്. പ്രേക്ഷകർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് റെയിൻബോ മൂൺ സ്റ്റോൺ വാങ്ങിച്ചിടാം. ഓർ 857 എന്ന നമ്പർ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം, ഓക്കെ, അത് രാത്രിയിൽ പിടിച്ചു വെക്കൂ, കുടിക്കുന്ന വെള്ളം. ആൻഡ് ദെൻ അതിനകത്ത് ഈ 857 എന്നുള്ള നമ്പർ 51 ടൈംസ് അല്ലെങ്കിൽ 108 ടൈംസ് വെള്ളത്തിൽ നോക്കി ചൊല്ലൂ. ആൻഡ് ദെൻ അത് അവിടെ അടച്ചു വെക്കൂ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ എണീച്ച ഉടനെ തന്നെ ഈ വെള്ളം എടുക്കൂ. എഗെയിൻ 857 ഒരു 21 അല്ലെങ്കിൽ 11 ടൈംസ് ചൊല്ലൂ. ആൻഡ് ദെൻ ഈ വെള്ളം കുടിക്കൂ.
ഇത് നിങ്ങളുടെ മൂൺ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, സോ ഡു ദാറ്റ് ആൻഡ് അത് കണ്ടിന്യൂസ്ലി ചെയ്യൂ. സോ ദാറ്റ് നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ടെൻഷൻ ഏറെ കുറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഗ്രൂപ്പ് 1. ഐ ഹോപ്പ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാനും ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിംഗ് നൗ വിച്ച് ഇസ് ഓൺലി ഫോർ വാട്സപ്പ് റീഡിംഗ്. ഓക്കെ, സോ ഈ ഒരു ഏപ്രിൽ ടു ഐ തിങ്ക് ജൂൺ ഫസ്റ്റ് വീക്ക് വരെ വാട്സപ്പ് റീഡിംഗ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഹാഫ് ആൻ അവർ ആൻഡ് 1 hour റീഡിംഗ്. സോ ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്, കണ്ട് നോക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് സെയിൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനും വേണ്ടിയിട്ടും മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2. സോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് റോസ് കോട്ട്സ് ആൻഡ് സ്ട്രെസ് റിലീഫ് ബ്രേസ്ലെറ്റ് ആണ്. സോ നോക്കാം എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. വാട്ട് ഈസ് അൺഫോൾഡിങ് ഫോർ യു. എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. സോ ഈ ഒരു ടൈം പീരീഡ് നെക്സ്റ്റ് 6 months വരെയാണ്. സോ എപ്പോൾ ഈ വീഡിയോ ലഭിക്കുന്നു ആ ടൈം പീരീഡ് മുതൽ 6 monthsനുള്ളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. 6 of Pentacles, King of Cups, okay, High Priestess, 2 of Swords, the Star, the World, Wheel of Fortune, 6 of Wands and 10 of Swords. ഓക്കെ, സോ ഈ വരാൻ പോകുന്ന 6 monthsനുള്ളിൽ പ്രേക്ഷകർക്ക് ഹീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഏതൊരു കാര്യം വളരെയധികം വിഷമം തരുന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം വിട്ടു പോകാതെ ആ തോട്ട്സ് എന്നും നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് ആണ് വരുന്നത്. ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ എൻട്രാപ്മെൻറ്റ്, ഓക്കെ, ഞാനിവിടെ ട്രാപ്പായി പോയി എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഫീലിംഗ് ആണ് ഇവിടെ മാറിപ്പോകുന്നത്. സോ ഏതൊക്കെ പ്രേക്ഷകർക്ക് ഈ ഒരു മെസ്സേജ് റെസനേറ്റ് ആകുന്നില്ല, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, സോ യു ക്യാൻ സ്വിച്ച് ഓൺ ടു ഐദർ pile 1 or pile 3. സോ ബാലൻസ് ആണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ്, ആ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഓക്കെ, ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ആണ് കൊണ്ടുവന്ന് തരുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ നിന്നിരുന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ള സമയം. ഓക്കെ, ആ സമയം നിങ്ങളുടെ മോസ്റ്റ് പ്രോബബ്ലി തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും സത്യം എന്ത് ആൻഡ് മിഥ്യ എന്ത് ഇത് രണ്ടിലും വ്യത്യാസം അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടി ഉണ്ടാകും. ബിക്കോസ് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ എനർജി എന്താണ്, മറ്റുള്ളവരുടെ എനർജി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ബിക്കോസ് നിങ്ങൾ വളരെയധികം ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എംപാത്സ് ആയിട്ടുണ്ട്.
ഓക്കെ. സോ ദാറ്റ് മീൻസ് നിങ്ങൾ മറ്റാൾക്കാരുടെ എനർജി അറിയാതെ തന്നെ വലിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി മറ്റാൾക്കാരുടെ എനർജിയുമായിട്ട് അറ്റാച്ച് ആകുന്നുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഗ്രൗണ്ടിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് നിങ്ങൾ നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് ചെയ്യുന്നത്? മെഡിറ്റേഷൻ ചെയ്യൂ, 7 ചക്ര ഹീലിംഗ് ചെയ്യൂ, ആൻഡ് നേച്ചറിൽ കുറേ സമയം, പെർട്ടിക്കുലർലി നിങ്ങളുടെ കാലുകൾ ചെരുപ്പൊന്നും ഇല്ലാതെ മണ്ണിൽ നടക്കുന്നത് ഏറ്റവും ഫലപ്രദം ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നവർക്ക്. ഓൾറൈറ്റ്, ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി ബാലൻസിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജി ഉപയോഗിച്ച് മറ്റ് ആൾക്കാരെ സഹായിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി, അഭിവൃദ്ധി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓക്കെ, വേൾഡ് കാർഡാണ് വന്നത്. സോ എന്ത് ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഏത് സെറ്റ് ഓഫ് ഇഷ്യൂസ് നിങ്ങളെന്നും അല്ലെങ്കിൽ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വന്നുകൊണ്ടേ ഇരുന്നെങ്കിൽ ആ പാറ്റേൺ അവിടെ ബ്രേക്ക് ആകുകയാണ്. ഓക്കെ, സോ വേൾഡ് കാർഡാണ് നിങ്ങൾക്ക് സപ്പോർട്ട്, ദൈവികമായ സപ്പോർട്ട്. ചിലപ്പോൾ പ്രേക്ഷകർക്ക് 3D ലെവലിൽ സപ്പോർട്ട് അധികം ലഭിക്കില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് 5D ലെവൽ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ഗൈഡ്സ്, നിങ്ങളുടെ ദൈവങ്ങൾ, അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഏറെയുണ്ട് ഈ ഒരു തടവ്, ആ തടവിൽ നിന്ന് വെളിയിലിറങ്ങാൻ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ലക്ക് നിങ്ങൾക്ക് ഏറെയുണ്ട്. സോ 77 എന്ന നമ്പർ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ലക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലളിത സഹസ്രനാമം ആണ് കേൾക്കുന്നത്. സോ നിങ്ങൾ ചാൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ട്. 6 ഓഫ് വൺസ് ആണ്. സോ വിജയം, ഓക്കെ, വിജയം നിങ്ങൾക്കൊപ്പമുണ്ട്. ഓക്കെ, ഹീലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാധാന്യം. ആർക്കേഞ്ചൽ റഫാലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങളെ ഏറെ നാൾ ബന്ധിച്ചിരുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് വെളിയിലിറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടാനുള്ള എനർജി അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ആ എനർജി ഏറ്റെടുക്കണം എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങളാണ് ആ എനർജി ഏറ്റെടുക്കേണ്ടത്. ലെറ്റ്സ് സീ. ട്രാൻസ്ഫോർമേഷൻ, തിങ്സ് ആർ ചേഞ്ചിങ് അറ്റ് എ സെല്ലുലർ ലെവൽ, ഡീപ്പ് ഹീലിംഗ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹീലിംഗ് നടക്കുകയാണ്. ആൻഡ് ഈ ഹീലിംഗ് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു ഏരിയയിലാണ് ഹീലിംഗ് നടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എത്ര റെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, എത്ര ഹീലിംഗ് സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, എത്ര ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അത്രയും ചെയ്യുക. സോ വിത്തിൻ ദിസ് 6 months. Again, high priestess energy ആണ്. How are you being called to step up and lead? So once നിങ്ങൾ ഈ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണ് നിങ്ങളുടെ പോലെ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിട്ട പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഹീലിംഗ് ലഭിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് അവർക്ക് അവരുടെ ലൈഫിൽ ഹീലിംഗ് കൊണ്ടുവന്ന് കൊടുക്കുക. അതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. You are already doing it. Stop overthinking. Keep facing your true north. Already നിങ്ങളിത് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറൻ്റ്ലി നിങ്ങൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നിങ്ങൾ ഏറെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അത് ഇനിയും ചെയ്യൂ എന്നതാണ് പറയുന്നത്. Okay, so we'll see one more card. Deep replenishment, retreat, rest, be held. So same card ആണ് ഗ്രൂപ്പ് 1-നും വന്നത്. ഏറെ റെസ്റ്റ് എടുക്കൂ. ഓക്കെ, വെള്ളം ഏറെ കുടിക്കൂ, സാവകാശം ഡിസിഷൻസ് എടുക്കൂ. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. ക്രൗൺ ചക്ര, നിങ്ങളുടെ ക്രൗൺ ചക്രയും ആക്റ്റീവ് ആകും ഈ ഒരു ടൈം പീരീഡ്. ഓക്കെ, സോ നിങ്ങളുടെ ഓൾറെഡി 3rd ഐ ചക്ര ആക്ടിവേറ്റ് ആകാൻ പോകുകയാണ്. അതിനൊപ്പം തന്നെ ക്രൗൺ ചക്രയും ആക്റ്റീവ് ആകുന്നതാണ്. ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ചാലഞ്ചസ്, നിങ്ങളുടെ എത്ര ഒബ്സ്റ്റിക്കിൾസ് ആൻഡ് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ലൈഫിൽ, അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്.
ആക്സിലറേറ്റഡ് മോഷൻ. യെസ്, എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പ് ആയി പോകും. വൺസ് നിങ്ങൾ ഈ ഹീലിംഗ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സ്പീഡപ്പിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ പെട്ടെന്നായിരിക്കും ഒരു മൊഡാലിറ്റി തുടങ്ങുന്നതോ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ പെട്ടെന്നായിരിക്കും ഈ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. പേഷ്യൻസ്. ഇപ്പോൾ പേഷ്യൻസ് വെക്കുക. ഇപ്പോൾ മാത്രമല്ല, ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും പേഷ്യൻസ് വെക്കുക. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി. എളുപ്പമല്ല ഈ കാര്യങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് ഏറെ പേഷ്യൻസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാൻ സെയിൽസ് ടീം നമ്പർ ആസ് വെൽ ആസ് ഹീലിംഗ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ്. ശ്രദ്ധിക്കുക, പേഴ്സണൽ റീഡിങ്സ് ഫ്രം ഏപ്രിൽ ടുഡേ, ഇന്ന് മുതൽ ജൂൺ 1st വീക്ക് വരെ വാട്സപ്പ് റീഡിങ്സ് മാത്രമാണ് അവൈലബിൾ, ബോത്ത് ഹാഫ് ആൻ അവർ ആൻഡ് 1 hour. ഓക്കെ, സോ ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തത് ഉനക്കൈഡ് ആൻഡ് പ്രോസ്പെരിറ്റി ബ്രേസ്ലെറ്റ് ആണ്. സോ നോക്കാം എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. വാട്ട് ഈസ് അൺഫോൾഡിങ് ഫോർ യു. ഈ ഒരു റീഡിങ് 6 months ടൈം പീരീഡ് ആണ്. ദാറ്റ് ഈസ് എന്നീ വീഡിയോ പ്രേക്ഷകർക്ക് ലഭിക്കുന്നു അന്ന് മുതൽ 6 months. ഓക്കെ, സോ 6 monthsനുള്ളിൽ എന്താണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ദ വേൾഡ് കാർഡ്, the moon, 5 of cups, Seven of Pentacles, the Judgment, Four of Wands, Ace of Pentacles, 3 of Cups, Death, and Page of Pentacles. All right. സോ ഗ്രൂപ്പ് 3യുടെ ലൈഫിൽ പല കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഏറെ പ്രശ്നങ്ങൾ, ഓക്കെ, ഏറെ ബുദ്ധിമുട്ടുകൾ. ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ ലൈഫിൽ നിന്ന് മാറി പോകുന്നില്ലായിരുന്നു. ഓക്കെ, അത് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്നതാകാം, നിങ്ങളുടെ സ്വന്തം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലൈഫിൽ, ദാറ്റ് ഈസ് അത് കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ആ എല്ലാ ഈവൻസിൽ പല മാറ്റങ്ങൾ നിങ്ങൾ ഈ ഒരു 6 monthsനുള്ളിൽ കാണുകയാണ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഈ മാറ്റങ്ങൾ വരാൻ നിങ്ങൾ ഏറെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഏറെ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് ഏറെ സാഡ്നെസ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ഏറെ വിഷമം. നിങ്ങൾ ഈ വിഷമങ്ങൾ കാരണം ചിരിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്ത് സന്തോഷം വന്നാലും ആ സന്തോഷത്തെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ആ വിഷമങ്ങളുടെ ഒരു ഒരു ബ്രേക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഓൾറൈറ്റ്, പെർട്ടിക്കുലർലി റിലേറ്റഡ് ടു അതർ പീപ്പിൾ. ഓക്കെ, മറ്റ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അത് നിന്നു പോകുന്നതാണ്. ബിക്കോസ് അവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന് തരുന്നതാണ്. ഓക്കെ,
ബിക്കോസ് ഈ എൻഡിങ് അബ്രപ്റ്റ് അല്ല, പെട്ടെന്ന് വന്ന ഒരു എൻഡിങ് അല്ല, നിങ്ങൾ വർഷങ്ങളോളം പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു എൻഡിങ് ആണ്. ഓക്കെ, ബട്ട് ഈ കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയില്ല. ഓൾറൈറ്റ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ലൈഫിൽ നോർമലി നിങ്ങൾ ദയനീയ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ അറിയില്ല. ദാറ്റ് ഈസ് നിങ്ങളുടെ ലൈഫിൽ ഈ സാഡ്നെസ് വൺ ബൈ വൺ പോകുന്നത്. ഓൾറൈറ്റ്, പക്ഷേ ബൈ ദി എൻഡ് ഓഫ് 4th month, ഓക്കെ, 4th month to 6 monthsനുള്ളിൽ ആ ഒരു 2 monthsലാണ് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഏറെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു ഈ ഒരു 6 മാസത്തിനുള്ളിൽ. ഓക്കെ, വളരെ വളരെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ആണ് വരുന്നത്, പക്ഷേ വളരെ സറ്റിൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, വലിയ നേട്ടങ്ങൾ പക്ഷേ വലിയ ഒച്ചയൊന്നും ഇല്ലാതെയാണ് ഈ ചേഞ്ചസ്, ഈ നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ, വന്നു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ദാറ്റ് ഈസ് ഉള്ള ചേഞ്ചസ് മാറിക്കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുക ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ ഏറെ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് സന്തോഷമാണ് കൊണ്ടുവരുന്നത്. സന്തോഷം എന്ന് പറയുന്നത് അട്ടഹസിച്ച് ചിരിക്കുന്നതല്ല ഞാൻ ഇവിടെ പറയുന്നത്, ബട്ട് നിങ്ങൾ നിങ്ങളിലേറെ സംതൃപ്തിയിലായിരിക്കും, നിങ്ങൾ വളരെ പീസ് ആൻഡ് ഹാർമണിയിലായിരിക്കും. ആൻഡ് അവിടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. പുതുതായി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ചെയ്യണം, സ്വന്തമായി പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഈ പ്രേക്ഷകർ ആയതോ നിങ്ങൾ എന്തെങ്കിലും പഠിക്കും. ഓക്കെ, ഓർ നിങ്ങളുടെ കഴിവ് നേരത്തെ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ തുടരും. ഓക്കെ, അത് കൂടുതൽ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. 3 of Cups ആണ് നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ആൾക്കാർ വന്നു ചേരും. കൂടുതലും വീട്ടിലുള്ളവരാണ്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കാൻ വരുന്നത്. ഡെത്ത് കാർഡാണ്. ദാറ്റ് ഈസ് ഒരു സഡൻ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെക്കാട്ടിലും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, സാധാരണ ഡെത്ത് കാർഡ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ ഇവിടെ എനിക്ക് ഇൻഫോർമേഷൻ അതല്ല ലഭിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ്, അതിൽ വരുന്ന ചേഞ്ചസ്, അതിൽ വരുന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതൊരു തുടക്കമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, പക്ഷേ ഇത് നിങ്ങളുടെ തുടക്കമല്ല. നിങ്ങൾ ഏറെ നാൾ പ്രയത്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു റിവാർഡ് ആണ്. നിങ്ങൾ ചെയ്തിരുന്ന നന്മകളുടെ ഒരു റിവാർഡ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓൾറൈറ്റ്, സോ വളരെ സീരിയസ് പക്ഷെ വളരെ ചില്ലായ ഒരു റീഡിംഗ് ആണ്. ദാറ്റ് ഈസ് നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നു പോകും. നിങ്ങൾക്കത് മനസ്സിലാകില്ല എന്താണ് നടക്കുന്നത്, പക്ഷെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുന്നത്. ആൻഡ് ഈ മാറ്റങ്ങൾ കാണുമ്പോൾ ആ സന്തോഷം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ 6 മാസത്തിനുള്ളിൽ സംഭവിച്ചത്. വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. ഓക്കെ, ലെറ്റ്സ് സീ. ഐ വോണ്ട് ടു ക്ലാരിഫൈ. ഓക്കെ, 2 cards വന്നു, ഞാനതിവിടെ വെക്കട്ടെ. I want to clarify Page of Pentacles. Please clarify Page of Pentacles. 9 of Cups and Strength. Yes. So ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിങ്ങളുടെ പുതിയ തുടക്കമല്ല. 9 of Cups ആണ് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ ഏറെ കാലം നോക്കിയിരുന്ന വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ആൻഡ് സ്ട്രെങ്ത് ആണ്. ദാറ്റ് ഈസ് ഏറെ വർഷങ്ങൾ കൊണ്ട് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ വിജയത്തിന് വേണ്ടി സംഘർഷിച്ചവരാണ്. ഇത് ഏത് ഫീൽഡിലും ആകാം. ഓക്കെ, ആൻഡ് ആസ് വെൽ ആസ് ഐ സെഡ്, ഇതൊരു ഫീൽഡിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പല ഫീൽഡാണ് എനിക്ക് വന്നത്. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ ലൈഫിൽ നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളിൽ വരുന്ന ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ കാർഡ് വന്നത് ബ്രേക്ക് ദ ചെയിൻ, ആൻസെസ്ട്രൽ പാറ്റേൺസ്, ഹീലിംഗ്, റീറൈറ്റിംഗ് ദ ഫ്യൂച്ചർ. സോ പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ആൻസെസ്ട്രൽ ബാഗേജസ് കാരണമാണ് നിങ്ങളിത് അനുഭവിച്ചിരുന്നത് എന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചെയിനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ആയത് നിങ്ങൾ ഏറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിച്വൽസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് എവർ യു ഹാവ് ഡൺ അത് ഫലിച്ചിട്ടുണ്ട്. Keepers of the earth, you are not alone. Ancient ancestors stand beside you. Now let me tell you.
ഈ ഒരു ആൻസിസ്ട്രൽ ബാഗേജസ്, ആൻസിസ്ട്രൽ യുനോ പാറ്റേൺ somehow ഇതെനിക്ക് ബെയർ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, സോ വാട്ട് എവർ ദാറ്റ് പാറ്റേൺ വാസ്, ഓക്കെ, ഈവൻ ദോ ഈ പാറ്റേണിൽ നിങ്ങൾ നേരിട്ടു ഏറെ ബുദ്ധിമുട്ടുകൾ, പക്ഷേ നിങ്ങളുടെ ഏൻഷ്യൻറ്റ് ആൻസിസ്റ്റേഴ്സ്, ദാറ്റ് ഇസ് കാലകാലങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങൾ നോക്കി നടത്തുന്ന, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒരു ആശ്രയമായിരിക്കുന്ന ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. ആ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്കൊപ്പവും ഈ പറഞ്ഞ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇനിയും അങ്ങോട്ട് അവരെപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും എന്നതിൻ്റെ സൂചനയാണിത്. ഓക്കെ, alright, that's beautiful card to get 2 ancestral cards. രണ്ട് ആൻസിസ്ട്രൽ കാർഡ്സ് ആണ് ഈ ഒരു ഡെക്കിലുള്ളത്, ആൻഡ് രണ്ടും ഇതിനകത്ത് വന്നു കഴിഞ്ഞു. പ്ലേഡീസ്, ഡബിൾ മിഷൻ, ചാനലിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ഹ്യൂമാനിറ്റി. ഇവിടെ നടക്കാൻ പോകുന്നത് വൺസ് ഈ ഹീലിംഗ് നിങ്ങൾ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഒരു വലിയ, ദാറ്റ് ഈസ് നല്ല രീതിയിൽ ചാനലിംഗ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്റ്റാർ വേൾഡ്, ഓക്കെ, മറ്റു റെലമിൽ നിന്നുള്ള മെസ്സേജസ് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ വിശ്വസിക്കുന്നവർക്ക്. ഓക്കെ, വിശ്വാസമില്ലാത്തവർക്കല്ല, വിശ്വസിക്കുന്നവർക്കും, ആസ് വെൽ ആസ് ഓൾറെഡി സൈക്കിക് എബിലിറ്റീസ് ഉള്ള മെമ്പേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ചാനലിംഗ് കഴിവ് അത് വളരെയധികം വളരുന്നതാണ്. ഓക്കെ, സോ കീപ്പ് ഇൻടാക്ട്, ദാറ്റ് ഈസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് കഴിക്കുന്നത്, ആൻഡ് എന്താണ് ആലോചിക്കുന്നത്, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ടൈം പീരീഡിൽ. ഇംബ്രാമ, വേ ആർ യു ബീങ് കോൾ ടു ജേർണി ടു? നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യം നിങ്ങൾ ചെയ്യണം, എന്ത് ആഗ്രഹിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അതിൽ ശ്രദ്ധിക്കൂ. ബിക്കോസ് സംവെയർ ഈ ഒരു 6 മന്ത്സിനുള്ളിൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് പർപ്പസ് വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ഒരു പുതിയ വേ, ഒരു പുതിയ വഴി, ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഉള്ളത് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. സോ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ലൈറ്റ് ആയിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ ബോഡിയിൽ ആൻഡ് നിങ്ങളുടെ സോൾ ലെവലിൽ. സോ ദാറ്റ് മീൻസ് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിവൈൻ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, ഓക്കെ, അത് ലൈറ്റ് വെയ്റ്റ് ഫുഡ്, ദാറ്റ് ഈസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് ഊർജം ലഭിക്കുന്ന അങ്ങനത്തെ ഫുഡ് ഏറെ നിങ്ങൾ കഴിക്കേണ്ടതാണ്. ബാലൻസ്, ഫേം ഫൗണ്ടേഷൻ. സോ ജസ്റ്റ് ഐ ടോൾഡ് യു സ്റ്റെബിലിറ്റി ഏറെ വരുന്നുണ്ട്. ട്രാപ്ഡ് ഇൻ ഫിയർ, ഇൻറ്റ്യൂഷൻ. സോ ഇവിടെ പറയുന്നത് ബാലൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ ചിലർക്ക് വീടുമായിട്ടുള്ള വിഷമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള വിഷമങ്ങളായിരിക്കാം, അതൊക്കെ മാറിപ്പോകുന്നുണ്ട്. എവിടെയോ നിങ്ങളുടെ ഫിയർ, ഓക്കെ, നിങ്ങളുടെ പേടിയാണ് നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ബ്ലോക്കേജസ് കൊണ്ടുവരുന്നത്. ആ പേടി നിങ്ങൾ മാറ്റിയെടുക്കുന്നതാണ് എങ്ങനെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളർത്തിയിട്ട്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളർത്തുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ഫിയർ മാറുന്നതാണ്. ഓക്കെ, പേടി മാറുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വളരെ വളരെ ഐ വുഡ് സേ വളരെ ഇമ്പോർട്ടൻറ്റ് റീഡിംഗ് ആണിത്. പൈൽ 3 നിങ്ങളുടെ ലൈഫ് വളരെ ഇമ്പോർട്ടൻറ്റ് ഈവൻസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഇമ്പോർട്ടൻറ്റ് ഈവൻസ് വളരെ സാധാരണ ഈവൻസ് മാതിരിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, ഇപ്പോൾ വരിക. നിങ്ങൾ പോലും അറിയാതെ ഈ മാറ്റങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു അറിവും ഉണ്ടാവില്ല ദാറ്റ് എൻ്റെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ആകും. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ബട്ട് സഡൻ ഷിഫ്റ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ഷിഫ്റ്റാണ്. ബിക്കോസ് ഏൻഷ്യൻ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്കൊപ്പമുള്ളത്. സോ ഐ വുഡ് സേ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. ഓക്കെ, പേടിക്കാൻ ലൈഫിൽ ഒന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിനെ പ്രെയർ ചെയ്യുക, അവരെ ബോ ചെയ്യുക. ബോ ഇൻ ദ സെൻസ് അവരെ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ ഓർത്ത് വെക്കുക. അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ബാധകൾ, ദാറ്റ് ഈസ് എന്തെങ്കിലും ബ്ലോക്കേജസ് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുക. ഓക്കെ, ഓർ എവ്രി ഇയർ അത് ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ
സൊല്യൂഷൻസ് അവർക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുന്നതാണ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ് പൈൽ 3. ഇത്രയും കൂടി ഹെക്ടിക് ആണ്, ബട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റീഡിംഗ്. ഓക്കെ, സോ ആസ് വെൽ ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് വേണ്ട പ്രേക്ഷകർക്കും ആൻഡ് ഹീലിംഗ്സ് ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്കും ഇവിടെ ശ്രദ്ധിക്കുക. പേഴ്സണൽ റീഡിങ്സ് ഇന്ന് മുതൽ ജൂൺ 1st വീക്ക് വരെ വാട്സപ്പ് റീഡിങ്സ് ആണ് അവൈലബിൾ, ബോത്ത് ഹാഫ് ആൻ അവർ ആൻഡ് 1 hour. സോ വേണ്ട പ്രേക്ഷകർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.